ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പാസീവ് വോയിസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BWN written here, BWN ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പം ഹാവ് ബീൻ ഈറ്റൺ, ഹാസ് ബീൻ ഈറ്റൺ, ഹാവ് ബീൻ ടേക്കൻ, ഹാസ് ബീൻ ടേക്കൻ ആണ്. നമ്മൾ പാസീവ്സ് വളരെ സിമ്പിളാണ്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ഞാൻ എക്സാമ്പിളായിട്ടൊരു 3 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഇതാണ്, ഹൂ ഹാസ് ടേക്കൻ ദ ബാഗ്. ഹൂ ഹാസ് ടേക്കൻ ദ ബാഗ്. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പം someone has taken the bag, the bag has been taken by someone. അത് സമ്മണിന് പകരം നമ്മൾ ബൈ ഹൂം എന്നെഴുതും. ബൈ ഹൂ എന്നെഴുതിയല്ല, ബൈ ഹൂം. ബൈ ഒരു പ്രിപ്പോസിഷൻ അല്ലേ, അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന ഫോം ഹൂമാണ്. സോ ബൈ ഹൂം ഹാസ് ദ ബാഗ് ബീൻ ടേക്കൻ? ക്വസ്റ്റ്യൻ മാർക്ക്. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. രണ്ടാമത്തത്, വാട്ട് ഹാസ് ഹി ഡൺ? അപ്പോൾ ഹി ഹാസ് ഡൺ സംതിങ്, നമ്മളതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണ്. അത് അവസാനം നമുക്ക് കിട്ടുന്നത് what has been done by him. What has been done by him. സ്റ്റെപ്സ് എല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്, ഹൗ ഹാവ് യു ഡൺ ഇറ്റ്. അതിൻ്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ഹൗ ഹാസ് ഇറ്റ് ബീൻ ഡൺ. ഹൗ ഹാസ് ഇറ്റ് ബീൻ ഡൺ. ഇപ്പോൾ സ്റ്റെപ്പ് മനസ്സിലായി. യു ഹാവ് ഡൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ യു. ഹൗ ഹാസ് ഇറ്റ് ബീൻ ഡൺ ബൈ യു. അതാണ് എക്സാമ്പിൾസ് ഞാൻ തന്നിരിക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി ഒരു ചെറിയൊരു എക്സർസൈസ് ഉണ്ട്. അത് നമ്മുടെ 6 സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് എല്ലാം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ്, വേർ ഹാവ് യു ടേക്കൻ ദ ബാഗ്. രണ്ടാമത്തെ, ഹൂ ഹാസ് ഡൺ ഇറ്റ്. മൂന്നാമത്തെ, വാട്ട് ഹാസ് ഷീ ടോൾഡ് യു. നാലാമത്തെ, വൈ ഹാവ് ദേ റിജക്റ്റഡ് ദ പ്രോജക്റ്റ്. അഞ്ചാമത്തെ നമുക്ക് വി ഹാവ് ഗോട്ട് ഹൗ ഹാസ് ഹി മെയ്ഡ് ഇറ്റ്. ആൻഡ് അവസാനത്തെ നമുക്ക് വെൻ ഹാവ് ദേ പ്രിപ്പയർഡ് ഇറ്റ്. വെൻ ഹാവ് ദേ പ്രിപ്പയർഡ് ഇറ്റ്. പലതരം ക്വസ്റ്റ്യൻ വേർഡ്സ് ഇട്ട് നമ്മൾ ചെയ്യുകയാണ്. നമുക്കൊരു തന്നെത്താനെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ആൻസർ പറയാം, പക്ഷേ ആ ആൻസറിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, വേർ ഹാസ് ദ ബാഗ് ബീൻ ടേക്കൻ ബൈ യു. വേർ ഹാസ് ദ ബാഗ് ബീൻ ടേക്കൻ ബൈ യു. രണ്ടാമത്തെ ആൻസർ, ബൈ ഹൂം ഹാസ് ഇറ്റ് ബീൻ ഡൺ. ബൈ ഹൂം ഹാസ് ഇറ്റ് ബീൻ ഡൺ. മൂന്നാമത്തെ ആൻസർ, വാട്ട് യു ക്യാൻ സേ വാട്ട് ഹാസ് ഷീ ടോൾഡ് യു. വാട്ട് ഹാവ് യു ബീൻ ടോൾഡ് ബൈ ഹെർ. വാട്ട് ഹാവ് യു ബീൻ ടോൾഡ് ബൈ ഹെർ. നാലാമത്തെ ആൻസർ, വൈ ഹാവ് ദേ റിജക്റ്റഡ് ഉള്ളതാണല്ലോ. അപ്പം അതിൻ്റെ ആൻസർ, വൈ ഹാസ് ദ പ്രോജക്റ്റ് ബീൻ റിജക്റ്റഡ് ബൈ ദം. വൈ ഹാസ് ദ പ്രോജക്റ്റ് ബീൻ റിജക്റ്റഡ് ബൈ ദം. അഞ്ചാമത്തെ, ഹൗ ഹാസ് ഹി മെയ്ഡ് ഇറ്റ്. ഹൗ ഹാസ് ഇറ്റ് ബീൻ മെയ്ഡ്. ഹൗ ഹാസ് ഇറ്റ് ബീൻ മെയ്ഡ്. ആറാമത്തെ സെൻറ്റൻസിങ്ങിനാണ്, വെൻ ഹാവ് ദേ പ്രിപ്പയർഡ് ഇറ്റ്. When, answer is when has it been prepared. When has it been prepared by them. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ആൻസർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ആൻസർ ഇവിടെ ആൻസർ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ എൻ്റെ ആൻസർ പറയാം. ഒന്ന് പറയുന്നതല്ലേ, അതുകൊണ്ട് ഇനി വേണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. എളുപ്പമായി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സോ വേർ ഹാവ് യു ടേക്കൻ ദ ബാഗ് എന്നുള്ളത്, വേർ ഹാസ് ദ ബാഗ് ബീൻ ടേക്കൻ ബൈ യു. ബൈ യു ഇല്ലെങ്കിലും കുഴപ്പമില്ല. വേർ ഹാസ് ദ ബാഗ് ബീൻ ടേക്കൻ. രണ്ടാമത്തത്, ബൈ ഹൂം ഹാസ് ഇറ്റ് ബീൻ ഡൺ. ബൈ ഹൂം ഹാസ് ഇറ്റ് ബീൻ ഡൺ. ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും വെർബ് ആദ്യം പറയണം. മൂന്നാമത്തെ, വാട്ട് ഹാവ്
you been told? What have you been told? What has been told എന്നല്ലേ, അപ്പം what have you been told? നാലാമത് ഒന്നുകൂടെ പറയുകയാണ്. Why have they rejected the project? Why the project? Why has the project been rejected? Why has the project been rejected? അഞ്ചാമത്തെ ആൻസർ ആണ് how has it been made? How has it been made? ആറാമത്തെ ആൻസർ when has it been prepared? When has it been prepared by them? When has it been prepared by them? ഇപ്പോൾ ആൻസർ എല്ലാം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളിത് കുറേ ആൻസറും കൂടെ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ കുറേ ടെസ്റ്റ് ഫ്രെയിംസ് എന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഇൻപുട്സ് കുറേ സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻസ് ആയിട്ടും WH ക്വസ്റ്റ്യൻ ആയിട്ടും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും നിങ്ങൾ തന്നെ ഒന്നിലോ നിങ്ങളത് ഗ്രാമർ പുസ്തകങ്ങളിൽ കാണും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്, ഒത്തിരി സോഴ്സസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ കുറേ കണ്ടുപിടിച്ച് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, സംഗതി ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.